സുഹൃത്തുക്കൾ. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം സുഹൃത്ത് എന്നതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ കഴിഞ്ഞ ദിവസം ചിന്തിച്ച ഒരു കാര്യം, സുഹൃത്ത് അല്ലെങ്കിൽ കൂട്ടുകാരി, കൂട്ടുകാരൻ എന്തോ ആയിക്കോട്ടെ, അത് നീ എൻ്റെ കൂട്ടുകാരനാണ് എന്ന് പറഞ്ഞിട്ടാണോ നമ്മളൊരു ആളെ കൂട്ടുകാരനാക്കി മാറ്റുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ കുഞ്ഞ് ക്ലാസ്സുകളിൽ പറയുമ്പോഴത്തേക്കും ഇതെൻ്റെ കൂട്ടുകാരനാണ്, ഇവനെൻ്റെ കൂട്ടുകാരനാണ്, നീയുമായിട്ട് എനിക്ക് കൂട്ടാണേ, ഞാൻ നിന്നോട് കട്ടാണേ ഇങ്ങനെ പറയാറില്ലേ. അപ്പം അത് കുഞ്ഞിലത്തെ ആ ഒരു ഇതാണ്. പക്ഷേ നമ്മൾ വളർന്നു വന്നു കഴിഞ്ഞതിന് ശേഷം ഹൈസ്കൂളിലൊക്കെ നമ്മൾ പുതിയൊരു സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ നമ്മളവിടെ ചെന്ന് ഒരാളെ പരിചയപ്പെടുകയാണ്. അവിടെ നമ്മൾ കൂട്ടുകാരനാക്കിക്കോട്ടെ, കൂട്ടുകാരിയാക്കിക്കോട്ടെ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടോ? നമ്മൾ അങ്ങനെയൊന്നും ചോദിക്കാറില്ല എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. അതായത് നമ്മൾ ഒരാളടുത്ത് ചെല്ലുന്നു, നമുക്ക് സംസാരിക്കാൻ അല്ലെങ്കിൽ പെരുമാറാൻ ഇഷ്ടമുള്ള ആരെങ്കിലും നമ്മൾ അവിടുന്ന് കണ്ടെത്തുന്നു. ചിലപ്പോൾ എന്തെങ്കിലും ഒരു സന്ദർഭം അതിന് വന്നു ചേരും. അങ്ങനെ ഒരാളുമായിട്ടൊരു കൂട്ടുകൂടാനായിട്ടുള്ള ഒരു സന്ദർഭത്തിൽ നമുക്ക് എന്തെങ്കിലും ഒരു ബുക്ക് തന്നോ ഒരു പേന തന്നോ അത് ഒന്ന് പരിചയപ്പെടും അല്ലേ. അങ്ങനെ ഒന്ന് പരിചയപ്പെട്ട് പിന്നീട് അത് സംസാരിച്ച് സുഹൃത്തായി മാറുകയാണ്. അവിടെ ചോദിച്ചിട്ട് ആയിരിക്കില്ല നമ്മളെ സുഹൃത്തിനെ ഞാൻ നിന്നെ സുഹൃത്താക്കിക്കോട്ടെ അല്ലെങ്കിൽ നീ എൻ്റെ സുഹൃത്താണ് എന്നൊന്നും ആദ്യമേ ചെന്ന് ചോദിച്ചിട്ടല്ലേ. നമ്മളുടെ മനസ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മളുടെ സംസാരവുമായിട്ട് ഒരു ഇഷ്ടം തോന്നുന്ന ഇല്ലേ, നമുക്ക് എന്തൊക്കെയോ മറ്റൊരാളിൽ നമുക്കൊരു ഇഷ്ടം തോന്നും, താല്പര്യം തോന്നും. അങ്ങനെയുള്ള ഒരാളിനെ നമ്മൾ മനസ്സുകൊണ്ട് കൂട്ടുകാരൻ എന്നുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കുകയാണ് അല്ലേ. നമ്മളവിടെ ചെല്ലുന്നു, പരിചയപ്പെടുന്നു, അപ്പോൾ അടുത്തിരിക്കുന്നവരോടായിരിക്കാം നമ്മൾ സംസാരിക്കുന്നു അല്ലേ. ഞാൻ കോളേജിലെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ആദ്യമേ ഞാൻ ചെന്ന് സംസാരിച്ച് ഭയങ്കരമായിട്ട് ഒതുങ്ങിക്കൂടുന്നവരാണ്. നമുക്ക് എൻ്റെ ഒരു ഇത് വെച്ചിട്ട് നമ്മൾ കുറച്ചുകൂടെ ഒരു ഇതാവണം. നമുക്ക് കോളേജിലാകുമ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് മിണ്ടണം. അതായത് എപ്പോഴും ആ ഒരു ബെഞ്ചിൽ മാത്രം ഇരിക്കുന്ന ഒരു രീതി എന്ന് പറയുമ്പോൾ അത് നമുക്ക് ഭയങ്കരമായിട്ടും ബോറാണ് അല്ലേ. അപ്പം ഞാൻ ആദ്യം ചെന്ന് പരിചയപ്പെട്ട ആളുകളിൽ നിന്ന് മാറി എനിക്കറിയാവുന്ന എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു കൂട്ടുകാരെ കിട്ടിയപ്പോൾ അവരുമായിട്ട് കുറച്ചുകൂടെ അടുത്ത്. അപ്പം മറ്റടുത്തുനിന്ന് ഞാൻ ഇപ്പുറത്തോട്ട് മാറി, ആ ബെഞ്ചിൽ നിന്ന് ഇപ്പുറത്തെ ഒരു ബെഞ്ചിലോട്ട് മാറി. അവരോട് പറഞ്ഞിട്ടാണ് ഇതെൻ്റെ അടുത്തുള്ളതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറും. അപ്പം അങ്ങനെ നമ്മൾ ഒരു പറ്റം കൂട്ടുകാർ ഉണ്ടെങ്കിലും ചിലപ്പോൾ ഒരാളോട് നമുക്ക് ഇച്ചിരി സ്നേഹം കൂടുതലായിരിക്കും, ഒരു പ്രത്യേക സ്നേഹം. നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയും. അതും അതെ ഞാൻ നിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കിക്കോട്ടെ എന്ന് ചെന്ന് ചോദിച്ചിട്ടാണോ? അല്ല, ഒരിക്കലും അല്ല. നമ്മളൊരാളിൽ നിന്നെ ഞാൻ കൂട്ടുകാരനാക്കുവാണേ അല്ലെങ്കിൽ ഞാൻ നിന്നെ ബെസ്റ്റ് ഫ്രണ്ട് ആക്കുകയാണേ ഇങ്ങനൊന്നും ചോദിക്കാറില്ല. ഇത് തനിയെ ഉണ്ടായി വരുന്നതല്ലേ അല്ലേ. തീർച്ചയായിട്ടും അത് നമ്മുടെ മനസ്സിൻ്റെതാണ്. നമ്മൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ നമുക്ക് അയാളിൽ നിന്ന് കിട്ടുന്നു. എവിടെയും നമുക്ക് ലഭിക്കേണ്ട നമ്മൾ ആഗ്രഹിക്കുന്ന ഒന്നാണ് പരിഗണന എന്ന് പറയുന്നത്. അങ്ങനെ ഒരു പരിഗണന നമുക്ക് കിട്ടുന്നു. നമുക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ കൂടെ നിൽക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴെന്താണ് നമ്മൾ അയാളുമായിട്ട് കൂടുതൽ അടുക്കുന്നു. പിന്നീട് നമ്മൾക്ക് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായാൽ നമ്മൾ ആദ്യം ചിന്തിക്കുന്നത് അവനോട് അല്ലെങ്കിൽ അവളോട് പറയാം, അവൾ പറയാമെന്നറിയാം. അങ്ങനെ അടുക്കുകയാണ് ചെയ്യുന്നത്. മനസ്സുകൊണ്ടുള്ള അടുപ്പം കൂടി വരികയാണ്. അങ്ങനെയാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്നുള്ള രീതി വരുന്നത്. ചിലരെയൊക്കെ ജീവിത അവസാനം വരെ ആ ഫ്രണ്ട്ഷിപ്പ് നന്നായിട്ട് നിലനിർത്തുന്ന ആളുകളുണ്ട്. അതൊക്കെ നല്ല ഒരു ഫ്രണ്ടിനെ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അല്ലേ. അപ്പോൾ ആ ഒരു സുഹൃത്ത് ബന്ധം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടായി വരുന്ന ഒന്നാണ് അല്ലേ. കറക്റ്റല്ലേ ഞാൻ പറഞ്ഞത്? അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കുക. അങ്ങനല്ലേ നമുക്ക് ഓരോ കൂട്ടുകാരുണ്ടായി തന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, അത് ഞാൻ പറയുകയാണ്.
നിങ്ങൾ സ്കൂളിൽ നിങ്ങൾക്ക് ഒരുപാട് കൂട്ടുകാരുണ്ടായിരിക്കാം, കോളേജിലുണ്ടായിരിക്കാം, അല്ലെങ്കിൽ തൊഴിൽ ചെയ്യുന്നിടത്തുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീടിനടുത്തുള്ളവരുണ്ടായിരിക്കാം. പക്ഷേ എല്ലാവരെയും ഒരേപോലെ ഒരിക്കലും വിശ്വസിക്കില്ല. ഒരുപോലെ എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയുകയും ചെയ്യില്ല. എപ്പോഴും എല്ലാവരിൽ നിന്നും, അത് ഏത് ബന്ധത്തിലുള്ളതായിരിക്കും, ഇൻക്ലൂഡ് നിങ്ങളുടെ ഭാര്യയും ഭർത്താവും ആയിക്കോട്ടെ, അച്ഛനോ അമ്മയോ ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ഒരു കൈ അകലം എന്ന് പറയുന്ന പോലെ ഒരു അകലം നമ്മളെപ്പോഴും പാലിക്കണം. കാരണം ആ ഒരു അകൽച്ച എന്ന് പറയുന്നത്, ഒരു വിടവ് എന്ന് പറയുന്നത് എന്താണ്? സന്തോഷത്തിനും ദുഃഖത്തിനും ഇടയ്ക്കുള്ള വിടവാണ്. അവരിൽ നിന്ന് നിങ്ങൾക്ക് സന്തോഷവും കിട്ടാം. ആ സന്തോഷം കിട്ടുമ്പോൾ തന്നെ ഓർക്കുക, പിന്നെ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ദുഃഖവും ഉണ്ടാവാം. അപ്പോൾ ഒരുപാടങ്ങ് നമ്മളവരെ ആ അകലത്തിൽ നിർത്തിയില്ലെങ്കിൽ അത് നമ്മളെ ഒരുപാട് മനസ്സിന് വേദന ഉണ്ടാക്കും അല്ലേ? അപ്പോൾ ഇത്തിരി ഒരു അകലം എപ്പോഴും നമ്മളെല്ലാവരോടും പാലിക്കേണ്ടതാണ്. എങ്കിൽ നമ്മുടെ മാനസികമായിട്ട് ചില സന്ദർഭങ്ങളിൽ തകരാതിരിക്കാൻ നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാൻ ആഗ്രഹമുള്ളവരത് ചെയ്യണേ പ്ലീസ്.